അങ്ങനെ നമ്മുടെയെല്ലാം പ്രിയങ്കരന്മാരായ കേരളത്തിലെ ഇൻഫ്ലുവേഴ്സിന് ഒരു പൂട്ടു വീണിരിക്കുന്നു. ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഫർഹാന ഫസിൽ, അതുപോലെ തന്നെ സുജിത്ത്, അതുപോലെ തന്നെ നമ്മുടെ വയനാടൻ ബ്ലോഗ് ഭയങ്കര ഫേമസ് ആണ്. അവൻ്റെ ബസ്സൊക്കെ ഇറങ്ങി ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് നമ്മൾ ഓർക്കണം. അങ്ങനെ ഇവർക്കൊക്കെ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. ബെറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്തി അവസാനം കേരള പോലീസ് നല്ലൊരു പണി കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഫർഹാന, അവള് ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, കാർ വാങ്ങിക്കുന്നു, എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായപ്പം പച്ചക്കറി മേടിക്കാൻ പോലും കാശില്ലാത്തവള് ബെറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നു. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെ പോലുള്ള ആളുകൾ, ഇവർക്കൊക്കെ 200K 300K ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ ആപ്പ് പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. അതറിഞ്ഞിട്ടും ഇവർ പരിചയപ്പെടുത്തുന്ന ഇല്ലീഗൽ ആപ്പുകളാണ്, ബെറ്റിംഗ് ആപ്പുകളാണ്. നമ്മൾ പൈസ ഇട്ടാൽ പൈസ പോകും എന്നറിഞ്ഞിട്ട് പോലും അതിനകത്ത് പോയി അവർ പറയുന്നത് പോലെ ജോയിൻ ചെയ്ത് പൈസ ഇട്ട് കളിച്ച് സ്വന്തം പൈസ കൊണ്ട് കളയുന്ന കേരളത്തിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ ആളുകളുണ്ട്. ഇവരെയൊന്നും പറഞ്ഞാൽ ഇവരൊന്നും നന്നാകാൻ പോകത്തില്ല. എത്ര വീഡിയോസ് നമ്മൾ കാണുന്നത്, ആ കമൻറ്റ് ബോക്സിൽ തന്നെയുണ്ട് എൻ്റെ പൈസ ഇവർ പറയുന്ന ഗെയിം കളിച്ച് പോയെന്ന് പറഞ്ഞിട്ട് പോലും അതെല്ലാം കേട്ടി ചേച്ചി ഇത് കളിച്ചാൽ പൈസ എപ്പം കിട്ടും, ഇതിലൂടെയാണ് കിട്ടുന്നേ, ചേച്ചി ലിങ്ക് തരാമോ എന്ന് പോലും ചോദിച്ചുകൊണ്ട് പോകുന്ന മൊണ്ണകൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്. അവർക്ക് നല്ല ശതമാനം പൈസ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആപ്പുകളിലൂടെ ഒന്ന് കളിച്ച് പൈസ നേടി ലക്ഷ്യങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആദ്യമൊക്കെ നമ്മൾ 50 ഇടും, നമുക്ക് 100 കിട്ടും, പിന്നെ 100 ഇടും, 200 കിട്ടും, 300 കിട്ടും, 400 കിട്ടും. പക്ഷെ അന്ന് അവസാനം നമ്മളൊരു വലിയൊരു എമൗണ്ട് അതിനകത്ത് ഇറക്കും, ഏകദേശം അല്ലെങ്കിൽ ഒരു 5000 രൂപ ഇറക്കും. ഒറ്റയടിക്ക് മൂഞ്ചി പോകും. അത് കിട്ടാൻ വേണ്ടി വീണ്ടും 5000 ഇറക്കുമ്പോൾ പോയ 5000 കിട്ടി, പിന്നെ 10000 ഇറക്കുന്നു, ദേ പോകും. ഇതൊന്നും വാഴത്തില്ല, നമുക്ക് കിട്ടത്തില്ല. അവർക്ക് കിട്ടും, ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവർക്കും അതിൻ്റെ ആപ്പ് ഉണ്ടാക്കിയവന്മാർക്കും കിട്ടും. നമുക്കൊരു കിണ്ടിയും കിട്ടത്തില്ല, ഉള്ളത് പോത്തതേയുള്ളൂ. എന്തായാലും കേരള പോലീസ് നല്ലൊരു പരിപാടിയാണ്, നല്ല തീരുമാനം, മികച്ച തീരുമാനം. നമ്മുടെ പ്രിയങ്കനായ എസ് അഭിജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഇൻഫ്ലുവർ, ഞാൻ അവന് അഭിജിത്തിനെ പോലെയുള്ളവരെ ഞാൻ ഇൻഫ്ലുവർ എന്ന് ഞാനൊരു വിശേഷിപ്പിക്കത്തുള്ളൂ. അതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം നമ്മുടെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികൾ, മഹത് വ്യക്തികൾ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ നന്മമരങ്ങളുണ്ട്, എനിക്ക് ഇവരെ ഒന്നും താറ്റില്ല. എസ് അഭിജിത്ത് പെർഫെക്റ്റ് മാൻ എന്ന് ഞാൻ വേണമെങ്കിൽ അവനെ വിശേഷിപ്പിക്കും. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ അവനെപ്പോലുള്ളവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, അല്ലാതെ ഇതുപോലെ ഉടായ്പ് കാണിക്കുന്നവരൊന്നുമല്ല. എന്തായാലും നല്ലൊരു തീരുമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ. ഇനിയും കുറേ ആളുകൾക്ക് പടിയും കിട്ടാനുണ്ട്. ഈ സംഭവം അറിഞ്ഞ ശേഷം നമ്മുടെ നിക് വ്ലോഗ്സ് വലിയൊരു നന്മമരം, അവനെക്കുറിച്ച് നമുക്ക് വേറെ ദിവസം ഒരു വീഡിയോ ചെയ്യാം. സഞ്ജു ടെക്കി എല്ലാം പ്രൊമോഷൻ ചെയ്ത ബെറ്റിംഗ് ആപ്പുകളെ പരിചയപ്പെടുത്തിയ വീഡിയോസ് എല്ലാം അങ്ങ് ഹൈഡ് ചെയ്തിട്ടു. ഹൈഡ് കാരണം ഇല്ലെങ്കിൽ അക്കൗണ്ട് നാളെ അടിച്ചു പോകും, പിന്നെ കയറാൻ പറ്റത്തില്ല. ഇവര് മാത്രമല്ല, കുറേ പേരുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. കണ്ടാലും കേട്ടാലും നമ്മളാരും പഠിക്കത്തില്ല, കൊണ്ട് പൈസ ഇട്ടിട്ട് അവസാനം നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലും വലിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ ആ പൈസ എടുത്ത് വെച്ച് നമ്മൾ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ബിസിനസ് വല്ലതും തുടങ്ങി അതിനകത്തുനിന്ന് ലാഭമോ നഷ്ടമോ വന്നാൽ പോലും അത് നമുക്ക് സംതൃപ്തി കിട്ടും. ഇവനെപ്പോലുള്ള ചാക്കാര്യന്മാരുടെയൊക്കെ അതിനകത്ത് കൊണ്ട് പൈസ ഇട്ട് അവനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന കാര്യം എന്താ? എടാ, നിൻ്റെയൊക്കെ പൈസ കൊണ്ട് ആണ് ഈ വയനാടൻ വ്ലോഗൊക്കെ ബസ് മേടിച്ചത്, അല്ലാതെ അവൻ രാവിലെ എണ്ണീറ്റ് പറമ്പിൽ പോയിരുന്ന് പണിയെടുത്തിട്ടല്ല. ആദ്യം നീയൊക്കെ മനസ്സിലായത്. അവൻ കുമ്മൂസിനെ കാണിച്ചോണ്ട്, അത് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ പറഞ്ഞ ഭയങ്കര കൂടിപ്പോയി, ഭയങ്കര ബോഡി ഷേമിങ്ങും അതും ഇതൊക്കെ പറയും. നമ്മൾ 90s ആണുങ്ങളൊക്കെയാണെന്ന് അവന്മാരോട് പറയാം, നമ്മളതൊന്നും പറഞ്ഞില്ല.
ഇപ്പോഴും മനസ്സിലാക്കുക, നിന്റെയൊക്കെ പൈസ കൊണ്ടാണ് ഇവന്മാരൊക്കെ ജീവിക്കുന്നത്. ഇപ്പം ഇനി അതൊന്നും നടക്കത്തില്ല. 8ന്റെ പണി എന്ന് വെച്ചാൽ 8ന്റെ പണി കിട്ടിയിരിക്കുന്നു. എന്തായാലും നല്ല തീരുമാനം, മികച്ച തീരുമാനമാണ്. അതിനെ ഞാൻ വളരെയധികം സന്തോഷവാനാണ്, വളരെയധികം. അപ്പം ഇനിയും ഇതുപോലെ ബാക്കി എല്ലാ മൊണ്ണകളുടെ അക്കൗണ്ട് അടിച്ചു പോകട്ടെ. അക്കൗണ്ട് അടിച്ചു പോയാൽ പോലും ഇവരൊരു ബാക്കപ്പ് അക്കൗണ്ട് ഉണ്ടാക്കും, അതിനകത്തും ഫോളോ ചെയ്യാൻ പോകുന്ന ആളുകൾ കൊണ്ട് ഇപ്പോഴും ഉണ്ട്. ധൈര്യമായിട്ട് പോയി അവരെ ഫോളോ ചെയ്യുക. അവർ ഇതല്ലെങ്കിൽ വേറൊരു പരിപാടിയും കൊണ്ട് വരും. കൂടുതലൊന്നും പറയുന്നില്ല, ഇത്ര ഉള്ളൂ. അപ്പം